നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കൊല്ലം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ലെക്ചറർ ആകാശ് കുമാർ KSുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ ലെക്ചററായ ആകാശ് കുമാർ KS ആണ്. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. സ്വദേശം എവിടെയാണ്? കൊല്ലമാണോ? കൊല്ലം ജില്ലയിൽ നല്ലില എന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. ഈ ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അധ്യാപന രംഗത്ത് എൻ്റെ പോളിടെക്നിക് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ജോലി നേടിയതാണ്. അത് ആക്ച്വലി വളരെ വളരെ അഭിമാനമുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ട്രൈ ചെയ്യായിരുന്നോ? എനിക്ക് പരിചയമുള്ള ഏക തൊഴിൽ മേഖല അധ്യാപനമാണ്. അവിചാരിതമായിട്ടാണെങ്കിലും ഡിപ്ലോമ പഠനത്തിന് ശേഷം ITഐകളിൽ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. പിന്നീട് താൽക്കാലിക ഒഴിവിലേക്ക് എൻ്റെ തന്നെ പോളിടെക്നിക്കിലേക്ക് എത്തിപ്പെടുകയായിരുന്നു തൊട്ടടുത്ത വർഷം തന്നെ. പിന്നെ അത് സ്ഥിര നിയമനം കിട്ടി. അവിടെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നു. സാറിന് ഈ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഉണ്ടായത്? കാഴ്ചയില്ലായ്മ ഒരു വാഹനാപകടത്തിൽ സംഭവിച്ചതാണ്. 2005 ജനുവരി 5 എൻ്റെ ഇരുചക്ര വാഹനം എതിരെ വന്ന ഒരു ബസ്സിൽ തട്ടിയുണ്ടായ അപകടത്തിലാണ് 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടത്. കാഴ്ചയുടെ ലോകത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ആ ഫേസ് ചെയ്യുന്ന ചലഞ്ചിനെ? അപകടം ഒരു വല്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടും കടന്നു പോകാൻ പ്രയാസമുള്ളൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു. അപകടത്തിൽപ്പെട്ട ആദ്യ ദിവസം തന്നെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞിരുന്നെങ്കിലും മറ്റ് ചികിത്സകൾ ജീവൻ രക്ഷിക്കുന്നതിന് ഊന്നൽ കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടും പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തില്ല. പിന്നീട് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നും അതെന്നേക്കുമായി ഉള്ള നഷ്ടമാണെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. പിന്നീടുള്ളത് വളരെ കഠിനമേറിയ കാലമായിരുന്നു. ആ തിരിച്ചുവരവിന് കൂട്ടായി എപ്പോഴും ഉണ്ടായിരുന്ന കുടുംബവും പിന്നെ എൻ്റെ സ്ഥാപനവും അവിടുത്തെ കുട്ടികളും സഹപ്രവർത്തകരും സ്നേഹിതരും ബന്ധുക്കളും ഒക്കെയാണ്. അവിചാരിതമായിട്ടാണല്ലോ ഓരോ കാര്യങ്ങളുണ്ടാവുക. ഇതിനെ ഫേസ് ചെയ്യുന്നവരോട് സാറിന് പറയാനുള്ളത് എന്താണ്? തളരാതെ തകരാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കഷ്ടമേറിയ ദിവസങ്ങളും കടന്നു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുതന്നെയാണ് ഈ തരത്തിൽ വിഷമിക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു അപകടം കഴിഞ്ഞ് തിരിച്ച് ടീച്ചിങ്ങിലേക്ക് തിരികെ വരുന്നത് ഏത് വർഷമായിരുന്നു? 2005 ജനുവരി 5 അപകടം പറ്റിയത്. അതിനുശേഷം ലീവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചികിത്സകളുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യമായിരുന്നു. പതിയെ അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ് പിന്നെ ഉണ്ടായത്. ആ ദിവസങ്ങൾ സാർ ഓർക്കുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്? തീർച്ചയായും അത് വളരെ വികാരപരമായിട്ടാണ് ഓർക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പോൾ അതിനെ നോക്കിക്കാണുമ്പോൾ അല്പം ആത്മവിശ്വാസത്തോടെ തന്നെ കൈകാര്യം ചെയ്തതായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം പതിയെ ഈ സാഹചര്യം മനസ്സിലാകുന്നു. ഈ സാഹചര്യത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള ചില കാര്യങ്ങളിൽ പരിശീലനം നേടുന്നു. അതിന് ചുറ്റുപാടുന്ന സുമനസ്സുകളുടെ ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നു. അത്തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ കുടുംബവും ചുറ്റുപാടുമുള്ളവരുടെ അകമഴിഞ്ഞ പിന്തുണയും കൂടി ആയപ്പോൾ ഞാൻ ഈ നിലയിൽ തുടർന്നു പോയി. ഈ ടെക്നിക്കൽ സൈഡിൽ അതിനെ അതിജീവിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട്. അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? സാങ്കേതിക വിദ്യ വളർന്ന സാഹചര്യത്തിൽ കാഴ്ചയില്ലായ്മയെ അതിജീവിക്കാനും നമ്മുടെ ഏത് തൊഴിൽ മേഖലയിലായാലും മുന്നോട്ട് പോകാനും വേണ്ട ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അവയ്ക്കൊക്കെ വിദഗ്ധ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെയുണ്ട്. നമ്മൾ ഏത് മേഖലയിലാണോ തൊഴിലെടുക്കുന്നത് അവിടെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പരിശീലനം നേടി നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് ഉതകുന്ന രീതിയിൽ അതിനെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതും ഒരു പരിധിവരെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ പാകത്തിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ, ടാബിൻ്റെ സഹായത്തോടെ, മൊബൈൽ ഫോണുകളുടെ സഹായത്തോടെ ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ടീച്ചിങ് ഫീൽഡിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഒരു ക്ലാസ് റൂം ആവശ്യങ്ങൾക്കായി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പ്രൊജക്ടറുകൾ. LCD പ്രൊജക്ടറുകൾക്ക് മുമ്പ് ഓവർഹെഡ് പ്രൊജക്ടറുകളായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന LCD പ്രൊജക്ടറുകളിലേക്ക് എത്തുന്നത്. അന്ന് നമ്മൾ വെറും സ്ലൈഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സ്ലൈഡുകൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക, അത് ആദ്യം സ്കെച്ച് കൊണ്ട് ചാർട്ടുകൾ പോലെ വരച്ചും എഴുതിയും തയ്യാറാക്കുന്നവ, അതിനുശേഷം അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളുടെ സ്ലൈഡുകളായി മാറുന്നു. പിന്നീട് ലാപ്ടോപ്പിൻ്റെ കാലത്തേക്ക് എത്തുന്നു. ലാപ്ടോപ്പുകളുടെ സഹായത്തോടെ അത് ഓവർഹെഡ് പ്രൊജക്ടറുകളിലും പിന്നീട് ഈ പറയുന്ന LCD പ്രൊജക്ടറുകളുടെയും സഹായത്തോടെയാണ് നമ്മൾ ക്ലാസ്
ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ക്ലാസ് റൂം ആവശ്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പര്യാപ്തമാണ്. ലബോറട്ടറി ആവശ്യങ്ങൾക്ക് ഇത് അത്രത്തോളം സഹായകമല്ല, പര്യാപ്തവുമല്ല. അത്തരം അവസരങ്ങളിൽ മറ്റൊരാളുടെ സഹായത്തോടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ കൂടി സഹായത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ ലാബിലുള്ള സ്റ്റാഫുകളുടെ സഹായത്തോടെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മുടെ ഈ ടീച്ചിങ് പ്രൊഫഷനിൽ സാറിൻ്റെ അന്നത്തെ ആ ഒരു ദിവസം സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാവിലെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ, കോളേജിൽ ഞാൻ പഠിച്ച കോളേജ് ആയതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നത് കൊണ്ടും എനിക്ക് സ്ഥലപരിചയം ഉണ്ടായിരുന്നു. ഉപകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വളരെ പരിചിതമായിരുന്നു, എന്നെ സംബന്ധിച്ച് സഹായമായിരുന്നു. എന്നാൽ കുട്ടികളും സഹപ്രവർത്തകരും വളരെ സുമനസ്സുകളായിട്ടുള്ള ആളുകൾ തന്നെ ആയിരുന്നത് കൊണ്ട് എന്നെ വളരെയധികം പിന്തുണച്ചിരുന്നു. അവരുടെ സഹായവും എല്ലാവിധമായ പിന്തുണയും ആയിരുന്നു ആത്മവിശ്വാസം കൂട്ടാനിടയായ സംഗതി. അപ്പോൾ ഞാനതിൽ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ കാഴ്ച പരിമിതി എന്നുള്ളത് കുട്ടികൾക്ക് അറിവ് കിട്ടുന്നതിലോ അല്ലെങ്കിൽ അവർക്ക് പരിചയം ഉണ്ടാകേണ്ട ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ പരിശീലിപ്പിക്കുന്നതിലോ ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കാൻ, ഒരു കുറവും വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാഴ്ച ബുദ്ധിമുട്ടുള്ള ഒരാൾ അധ്യാപകനായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുമോ എന്ന ആശങ്ക ഉണ്ടാകാതിരിക്കാനും അത് മറികടക്കാൻ വേണ്ട പാകത്തിൽ ഞാൻ എന്നെ തന്നെ പരുവപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത്. കാരണം അധികമായി പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ പാകത്തിൽ പറഞ്ഞു കൊടുക്കുക, അതിനുവേണ്ടി കുറച്ച് ചിത്രങ്ങളോ അല്ലെങ്കിൽ ചാർട്ടുകളോ മറ്റെന്തെങ്കിലും അനുബന്ധ സംവിധാനങ്ങളോ ഒരുക്കുക. ആദ്യകാലങ്ങളിൽ ഞാൻ അതൊക്കെ അധികമായി ചെയ്തിരുന്നു. പിന്നീട് അതൊക്കെ ശീലമായതുകൊണ്ട്, തയ്യാറാക്കിയിട്ടുള്ള കൈവശമുള്ളതുകൊണ്ട് അതൊരു കടുപ്പമേറിയ ജോലിയായി മാറിയതേയില്ല. അതിൽ ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ടീച്ചിങ്ങിന് കാഴ്ച പരിമിതിയുള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഓപ്പൺ കോഴ്സ്വെയർ എന്ന് പറയാവുന്ന ഒരു ശാഖ തന്നെയുണ്ട്. പ്രത്യേകിച്ച് വെബ്സൈറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ വീഡിയോ ആയാലും ഓഡിയോ ആയാലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച്, അല്ലെങ്കിൽ IPR എന്ന് പറയുന്നത് നിയമപരമായി നമ്മളെ തടസ്സം സൃഷ്ടിക്കാത്ത വിധത്തിൽ നമുക്ക് യഥേഷ്ടമെടുത്ത് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഇത്തരം മെറ്റീരിയൽസ് ധാരാളമായി അവൈലബിൾ ആണ്. അത്തരം വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്കത് സുഖകരമായി ഡൗൺലോഡ് ചെയ്യാം, അത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ചെയ്യാം. യാതൊരു നിയമ തടസ്സവും അതിനില്ല. ഇപ്പോൾ മിക്കവാറും എല്ലാം തന്നെ സോഷ്യൽ നെറ്റ്വർക്കുകൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരം നേടിയ വിധത്തിലാണ് ഇവയൊക്കെ ഉള്ളത്. കുട്ടികൾക്കിടയിലും അതിപ്പോൾ പ്രത്യേകിച്ചും കോവിഡ് കാലത്തിന് ശേഷം ന്യൂ നോർമൽ എന്ന് പറയുന്ന ശൈലിയിലായതുകൊണ്ട് തന്നെ ഏതാണ്ട് സാധാരണ ജനങ്ങൾക്ക് പോലും പരിചിതവുമാണ്. അങ്ങനെയുള്ളവയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ ആയിരുന്നല്ലോ സാറിൻ്റെ സബ്ജക്റ്റ്. അത് സാറിന് അത്രയും ഇഷ്ടപ്പെട്ടെടുത്ത ഒരു മേഖലയായിരുന്നോ? അതെ. അത് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അത് ചെറിയ പ്രായം മുതലുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിനോട് ഉണ്ടായിരുന്ന ഒരു താല്പര്യവും പിന്നെ കുടുംബത്തിലെ ചില നിർദ്ദേശങ്ങളും കൂടിയാണ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ നേടാൻ എൻ്റെ പോളിടെക്നിക്കിലേക്ക് എത്തുന്നതും പിന്നീട് അവിടെ നിന്ന് തന്നെ തുടർ വിദ്യാഭ്യാസം ബിടെക്കും പിന്നെ ഉപരിപഠനത്തിനായിട്ടുള്ള മറ്റ് സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയായിരുന്നു. ലാബിലേക്ക് വരുമ്പോൾ അവിടെ സാറ് എക്സ്പെരിമെൻ്റ് ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എൻ്റെ മേഖല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുന്നതിലായതുകൊണ്ട് ഈ അപകടം പിടിച്ചവയിലും സുരക്ഷാ കാരണങ്ങൾ അധികമായിട്ടുള്ളവയും ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ ആവശ്യമുണ്ടായിരുന്നു. അവിടെയെല്ലാം എൻ്റെ സഹപ്രവർത്തകരുടെ സഹായവും ഒരു പരിധിവരെ മേൽനോട്ടവും എൻ്റെ ജോലികൾ ഭംഗിയായി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. സ്വാഭാവികമായ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പോൾ ഔട്ട്പുട്ടൊക്കെ വരുമ്പം സാർ എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇവർ കറക്റ്റാണ് ചെയ്യുന്നതെന്ന്? അത് പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ലാബിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ കണക്ഷൻ ഡയഗ്രം ചെക്ക് ചെയ്യണം. കണക്ഷൻ ഡയഗ്രം ചെക്ക് ചെയ്യുമ്പോൾ റീഡിംഗ് എടുക്കുന്നത് അപ്രായോഗികമാണ്. വോൾട്ട് മീറ്ററിലോ അമ്മീറ്ററിലോ വാട്ട് മീറ്ററിലോ എനർജി മീറ്ററിലോ ടാക്കോമീറ്ററിലോ ഒക്കെ ഉള്ള, അതായത് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, സ്പീഡ് തുടങ്ങിയുള്ളവയൊക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിന് മറ്റൊരാളുടെ സഹായം കൂടിയേ തീരൂ. ഡിജിറ്റൽ മീറ്ററുകളാണെങ്കിൽ ടോക്കിംഗ് സംവിധാനമുള്ള പുതിയ മീറ്ററുകൾ ലഭ്യമാണ്. എങ്കിലും ഞാൻ ഈ പ്രതിസന്ധി നേരിടുന്ന കാലത്ത് അത്തരം മീറ്ററുകൾ ലഭ്യമായിരുന്നില്ല. പ്രത്യേകിച്ചും പഠനോപകരണങ്ങളായി ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ലാബുകളിലൊട്ട് ലഭ്യമാക്കിയിട്ടുമില്ല. എൻ്റെ ഈ കാഴ്ചയില്ലായ്മയ്ക്ക് ശേഷമാണ് എൻ്റെ ബിരുദാനന്തര ബിരുദം, അതായത് MTech യോഗ്യത നേടുന്നത്. അത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ജോലിയുടെ പ്രൊമോഷൻ ആവശ്യങ്ങൾക്കായിട്ട് തീർച്ചയായും ബിരുദാനന്തര ബിരുദം നേടിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് അതിനായി ശ്രമിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് കാഴ്ച പരിമിതിയുള്ള ഒരാൾ ഇതുവരെ ഈ തരത്തിൽ MTech പഠനത്തിനായിട്ട് വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളിന് എങ്ങനെ അഡ്മിഷൻ നൽകണമെന്നോ അദ്ദേഹത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പരീക്ഷകൾ, പഠനം തുടങ്ങിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനോ വേണ്ട മാനദണ്ഡങ്ങൾ അഥവാ ചട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. നിയമപരമായി സംവിധാനങ്ങൾ ലഭ്യമായിരുന്നില്ല. യൂണിവേഴ്സിറ്റി മാനുവലിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ഇതുവരെ വരാത്ത സ്ഥിതിക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അപരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അഡ്മിഷന് ശ്രമിച്ചപ്പോൾ ഞാൻ ധരിച്ചത് എനിക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്നായിരുന്നു. പക്ഷേ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന വിഷയത്തിലാണ് ഞാൻ ഈ പഠനത്തിനായി ചേർന്നത്. പിന്നീട് എൻ്റെ ഉണ്ടായ അനുഭവം വളരെ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു. എന്നെ എക്സൈറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണ, പിന്നീട് പഠനത്തിലും ഒക്കെ എത്തിയ നിലവാരം രണ്ടും കൂടി കണക്കിലെടുത്താണ് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അതിനി മറ്റൊരാൾ ഈ മേഖലയിലേക്ക് കാഴ്ചാപരിമിതിയുള്ള ഒരാൾ എഞ്ചിനീയറിംഗ്
എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവർക്ക് ഒരു മാനദണ്ഡമായിട്ട് പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്കൊന്നും അതിർത്തി നിശ്ചയിക്കേണ്ടതില്ല അല്ലേ? ഒരു ഉറച്ച ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് വരാവുന്നതാണ്. നമുക്കറിയാം ഒരുപാട് റേഡിയോ കേൾക്കുന്ന ഒരു തലമുറ ഇപ്പോൾ വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേഡിയോയെ കുറിച്ചുള്ള സാറിന്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വൈകാരികമായി തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം എൻ്റെ ചെറു പ്രായം മുതൽ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ ഉണ്ടായിരുന്ന വിനോദോപാധി എന്നുള്ള നിലയിൽ റേഡിയോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. രാവിലെ ഉദയഗീതങ്ങളിൽ തുടങ്ങി സുഭാഷിതവും അതിനുശേഷം പ്രഭാതപേരി ഒക്കെ ആവുന്നതിന് മുൻപ് തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നുള്ള നിയമം കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞങ്ങൾ ശീലിച്ചിരുന്നു. അതിനുശേഷം പ്രാദേശിക വാർത്തകളും കഴിഞ്ഞ് വാർത്താ തരംഗിണിയും കഴിഞ്ഞ് ഇംഗ്ലീഷ് ഹിന്ദി വാർത്തകളാവുമ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ രാവിലത്തെ ചിട്ടയായ ക്രമം. വൈകുന്നേരം വന്നാൽ ശ്രീകണ്ഠ സാറിൻ്റെ ഒരു നിമിഷം പരിപാടിയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. കാരണം ഡൽഹി വാർത്ത കഴിഞ്ഞാൽ, യുവവാണി കഴിഞ്ഞാൽ പിന്നീട് ആഹാരം തരത്തുള്ളൂ. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും. കാരണം റേഡിയോയിൽ വയലും വീടും കഴിയുമ്പോഴത്തേക്ക് പഠിക്കാനിരുന്നില്ലെങ്കിൽ അടിയുറപ്പാണ്. അതിന് മുമ്പ് നാമം ജപിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ പ്രാദേശിക വാർത്തകളിൽ അന്ന് പ്രതാപൻ സാറ്, രാമേന്ദ്രൻ സാറ് തുടങ്ങിയുള്ള ആളുകളുടെ രോമാഞ്ചദായകമായ ശബ്ദം കേട്ട് വളർന്ന ഒരു തലമുറ എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് വളരെ അതിശയോക്തി കലർന്ന ശബ്ദത്തിൽ തന്നെ പറയാനാണ് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ നിലയത്തിലെത്തുന്നത്. പണ്ടൊക്കെ എന്നെ സംബന്ധിച്ച് ഇതൊരു സ്വപ്നമായിരുന്നു. ഞാൻ എടുത്തു പറഞ്ഞ പോലെ ഈ ഒരു നിമിഷം പരിപാടി എന്ന് പറയുന്നതിലൊക്കെ ഒരിക്കലെങ്കിലും പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയോ അതങ്ങ് മുറിഞ്ഞുപോയി. അപ്പോൾ റേഡിയോ എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ വാദവരാതെ പറയാം. സാറ് സയൻസ് സബ്ജക്റ്റ് പഠിച്ച ഒരാളാണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടതിന്റെ ആവശ്യകത, അതും ഒപ്പം തന്നെ അതനുസരിച്ച് സിലബസും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഇൻക്ലൂസീവ് ആക്കുന്ന രീതിയിൽ നമ്മുടെ സിലബസും അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ 2 ഘട്ടങ്ങളിലും, അതായത് കാഴ്ചയുള്ള അവസ്ഥയിലും കാഴ്ചയില്ലാത്ത അവസ്ഥയിലും ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്കതിലൊരു നിർദ്ദേശമുണ്ട്. കാരണം ശാസ്ത്ര വിഷയങ്ങൾ ഈ കാഴ്ചാപരിമിതിയുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ തിരഞ്ഞെടുക്കണമെന്നും തുടർ പഠനം നടത്തി ഉന്നത ജോലി സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നുമാണ് എൻ്റെ എളിയ നിർദ്ദേശം. കാരണം അത്തരത്തിൽ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ന് സർക്കാർ തലത്തിലും അതല്ലാതെയും ഒക്കെ ഒട്ടനവധി ലഭ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ നേട്ടങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ആ വഴിയിലൂടെ കടന്നു വരാൻ ഇനിയും ഒരുപാട് പേർക്ക് അവസരമുണ്ടാകും എന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അവരെ അതിനെ സ്നേഹപൂർവ്വം ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ ഉപദേശിക്കാനും കൂടി അവസരം ഉപയോഗിക്കും. തിരക്കിനിടയിൽ ഇത്രയും ദൂരത്ത് നിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൊല്ലം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ലെക്ചറർ ആകാശ് കുമാർ KS-ഉമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.